ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ബുക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന ബുക്ക് പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അതും ആ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ് ഏത്? സോഷ്യോളജി ഓഫ് ഇന്ത്യ 2. സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന ഈ ഒരു ബുക്കിൽ ഇതാണ് നമ്മളെ ബുക്ക്. ഈ ബുക്കിലെ 3 ബ്ലോക്കുകളിലായിട്ട് 14 യൂണിറ്റ് ആണ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത്. അതിലെ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് മൾട്ടിപ്പിൾ ഇമേജ് എന്ന് പറയും. മൾട്ടിപ്പിൾ ഇമേജ്. അപ്പൊ എന്താണ് ഈ മൾട്ടിപ്പിൾ ഇമേജ് എന്ന ഈ ഒരു യൂണിറ്റിലെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? പല വിധത്തിലുള്ള കാഴ്ചകൾ. ഇമേജ് പറഞ്ഞാൽ കാഴ്ച. അപ്പൊ പല വിധത്തിലുള്ള കാഴ്ചകളാണ് നമ്മളുടെ ഈ ഒരു സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന ഈ ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് മൾട്ടിപ്പിൾ ഇമേജ്. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ട്സ് ഓഫ് പ്ലൂറലിസം ആൻഡ് യൂണിറ്റി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യൻ സമൂഹത്തിലെ ബഹുസ്വരതയും അതേപോലെ തന്നെ യൂണിറ്റി എന്നാൽ ഐക്യം, ഇന്ത്യയുടെ ഐക്യത്തെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. കാരണം ഇന്ത്യൻ യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സെക്കുലർ കൺട്രിയാണ് നമ്മുടെ രാജ്യം. മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങളെയും ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന, മതേതരത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പൊ നമ്മൾക്ക് ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇമേജിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. രാജ്യത്തിന്റെ ഒരുമയെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോ ഫാക്ട്സ് ഓഫ് പ്ലൂറാലിസം യൂണിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യൻ സമൂഹത്തിലെ ബഹുസ്വരതയും അതേപോലെ തന്നെ നമ്മുടെ ഐക്യത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ വ്യക്തമാക്കാനുള്ളത്. ഇന്ത്യയിലെ ബഹുസ്വരതയും അതേപോലെ തന്നെ ഐക്യവും. അപ്പൊ ശ്രദ്ധിക്കൂ. സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. വി ഫൈൻഡ് പീപ്പിൾ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതായത് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, സമൂഹം മനുഷ്യരാലാണ് രൂപപ്പെടുന്നത്. ഒരു സൊസൈറ്റി കൺസിസ്റ്റ് ചെയ്യപ്പെടുന്നത്, രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ജനങ്ങളാലാണ്. ഇൻ ഇന്ത്യ വി ഫൈൻഡ് പീപ്പിൾ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പല വ്യത്യസ്തമായ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് നിലനിൽക്കുന്നത്. ശാരീരികമായിട്ടുള്ള സവിശേഷതകളെ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. Herbert Risley had classified the people of India into 7 racial types. Herbert Risley ഇന്ത്യയിലെ ജനങ്ങളെ 7 വംശീയ വിഭാഗങ്ങളായി തരംതിരിച്ചു. അപ്പൊ കുട്ടികളെ, മൾട്ടിപ്പിൾ ഇമേജ് എന്ന ഈ യൂണിറ്റിലെ ഇന്ത്യൻ യൂണിറ്റിയാണ്, ഇന്ത്യയുടെ ഒരുമ, ഏകത്വമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് മനുഷ്യരാൽ രൂപപ്പെടുന്നതാണ്. മാത്രല്ല അതിന് പ്രത്യേകമായ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെർബർട്ട് റിസ്ലി ക്ലാസിഫൈഡ് ചെയ്തു ഇന്ത്യൻ പീപ്പിളിനെ ഏതിന്റെ അടിസ്ഥാനത്തില്? റേഷ്യൽ, വംശീയമായി 7 രീതിയിൽ തരംതിരിച്ചു. റേഷ്യലിന്റെ അടിസ്ഥാനത്തില് ഹെർബർട്ട് റിസ്ലി ഇന്ത്യൻ സൊസൈറ്റിയെ 7 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണെന്ന് നോക്കൂ. അതായത് ടർക്കോ പറഞ്ഞ ആരാ? ഇറാനിയൻ. ഇൻഡോ ആര്യൻ എന്ന് പറയും, ഇൻഡോ ആര്യൻ. അതേപോലെ തന്നെ സൈതോ പറഞ്ഞാല് ദ്രാവിഡിയൻ, അതായത് ദ്രാവിഡർ. ആര്യോ ദ്രാവിഡൻ. ആര്യോ പറഞ്ഞാല് ആര്യന്മാരും ആരെന്നെയാണ്? ദ്രാവിഡന്മാരെന്നെയാണ്. ആര്യന്മാരാണ് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആര്യോ, ദ്രാവിഡൻ. അതേപോലെ തന്നെ പിന്നെ മംഗോളോ ദ്രാവിഡൻ, അതേപോലെ തന്നെ മംഗ്ലോയിഡ്, പിന്നെ വെറും ദ്രാവിഡൻ. അപ്പൊ ഇത്രയും രീതിയിലാണ് ഹെർബർട്ട് റിസ്ലി ഇന്ത്യയിലെ റേഷ്യൽ ടൈപ്സിനെ തരംതിരിച്ചത്. ടർക്കോ പറഞ്ഞ ഇറാനിയൻ, ഇൻഡോ ആര്യൻ, സൈത്തോ ദ്രാവിഡൻ, അതേപോലെ തന്നെ ആര്യോ ദ്രാവിഡൻ, മംഗോളോ ദ്രാവിഡൻ,
മംഗ്ലോയിഡ്, അതേപോലെ തന്നെ വെറും ദ്രാവിഡൻ. ഈ ഒരു രീതിയിലാണ് ഹെർബർട്ട് റിസ്ലി ഇന്ത്യയിലെ റേഷ്യൽ ടൈപ്സിനെ തരംതിരിച്ചത്, 7 രീതിയിൽ. Then, according to the 1971 census, there are 1552 languages in India which are spoken as mother tongue. 1900 നമുക്കറിയാം 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കാറുള്ളത്. അപ്പൊ 1971 സെൻസസ് പ്രകാരം 1652 ലാംഗ്വേജുകളാണ് നമ്മൾ സംസാരിച്ച് 1652 ഭാഷകൾ നമ്മൾ സംസാരിക്കപ്പെടുന്നു. എന്തായിട്ടാണ് സംസാരിക്കപ്പെടുന്നത്? മദർ ടങ് പറഞ്ഞാൽ മാതൃഭാഷയായി. നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള മദർ ടങ് ഉണ്ട്, മാതൃഭാഷ ഉണ്ട് അല്ലെ. ഇപ്പൊ കേരളത്തിലുള്ളവർ സംസാരിക്കുക മലയാളാണ്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളവർ സംസാരിക്കുക തമിഴാണ്, ആന്ധ്രാപ്രദേശിലുള്ളവർ സംസാരിക്കുന്നത് തെലുങ്കാണ്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിലും, അതേപോലെ തെലുങ്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ തെലുങ്കാന അല്ലെ, അങ്ങനെ ഓരോ സംസ്ഥാനവും അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, അതാണ് ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ എല്ലാം ഡൈവേഴ്സിഫൈഡ്, വൈവിധ്യമാണ്. എന്നിട്ടും ഇവയെ ഒക്കെ കോർത്തിണക്കി ഒരു യൂണിറ്റിയായി നിലകൊള്ളുന്ന നമുക്കൊക്കെ അഭിമാനിക്കാം സത്യത്തില്, ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? മൊത്തത്തിൽ എത്ര ലാംഗ്വേജ് ഉണ്ട് എന്നാണ് പറയുന്നത്? 1652 ലാംഗ്വേജുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ കൂടാതെ ദ ഫേമസ് ലിംഗ്വിസ്റ്റ് ഗ്രേസൺ നോട്ടഡ് 179 ലാംഗ്വേജ് ആൻഡ് 544 ഡയലക്ട്സ്. അതേപോലെ തന്നെ പിന്നീട് പറയുകയാണ് 1971 1652 ലാംഗ്വേജുകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ 1652 ലാംഗ്വേജുകളും എന്തായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടത്? മാതൃഭാഷയായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടത്. പിന്നെന്താ പറയുന്നത്? ഫേമസ് ലിംഗ്വിസ്റ്റ് ഗ്രേസൺ നോട്ടഡ്, അതായത് പ്രസിദ്ധ ഭാഷാശാസ്ത്രജ്ഞനായ ഗ്രേസൺ 179 ഭാഷകളും 544 ഉപഭാഷകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗ്രേസൺ രേഖപ്പെടുത്തിയ ലാംഗ്വേജുകൾ ഏതൊക്കെ? 179 ഭാഷകളും 544 ഉപഭാഷകളും ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഗ്രേസൺ എന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷാശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയതായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇന്ത്യ ഈസ് ലാൻഡ് ഓഫ് 22 ഒഫീഷ്യൽ ലാംഗ്വേജ്. പക്ഷേ ഇന്ത്യയിൽ 22 ലാംഗ്വേജ് ആണ് ഔദ്യോഗിക ഭാഷകളായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യ ഈസ് ലാൻഡ് ഓഫ് 22 ഒഫീഷ്യൽ ലാംഗ്വേജ്, 13 ഡിഫറൻറ്റ് സ്ക്രിപ്റ്റ്, ഓവർ 70-20 ഡയലക്ട്സ്. അതില് 22 ഔദ്യോഗിക ഭാഷകളും 13 ലിപികൾ, ഡിഫറൻറ്റ് സ്ക്രിപ്റ്റ് 13 ലിപികളും 720-ലധികം ഉപഭാഷകളും ഉണ്ട്. ഇന്ത്യ ഈസ് ലാൻഡ് ഓഫ് മൾട്ടിപ്പിൾ റീജിയൻ. അതേപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ റീജിയൻ ആണ്, പലതരത്തിലുള്ള പ്രദേശങ്ങൾ നിറഞ്ഞൊരു നാടാണ്. ദോ ഇന്ത്യ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ്, ഇന്ത്യയിലെ ഏതൊക്കെ മതങ്ങളാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ദോ ഇന്ത്യ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം, സിഖിസം ആൻഡ് വെറൈറ്റി ഓഫ് ട്രൈബൽ റീജിയൻ. എവരി മേജർ റിലീജിയൻ ലൈക്ക് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജൂതയിസം, അതേപോലെ തന്നെ സരോസ്ത്രിയാനിസം ആൻഡ് ബഹായിസം ഹാവ് ദയർ സ്ട്രോങ് ഫോളോവേഴ്സ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെ ഭാഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 22 എണ്ണാണ്. 13 വ്യത്യസ്ത ലിപികളുണ്ട്, 720ഓളം ഉപഭാഷകളുണ്ട്. ഇന്ത്യ പല മതങ്ങളുടെയും നാടാണ്.
ഇന്ത്യ ഈസ് ലാൻഡ് ഓഫ് മൾട്ടിപ്പിൾ റീജിയൻ. മാത്രല്ല ഇന്ത്യയിലെ മതവിഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഇന്ത്യയിലെ മതവിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുയിസം ആണ്. പിന്നെ ജൈനമതം, ജൈനിസം, ബുദ്ധിസം, സിഖിസം. അതിനുശേഷം ഇതാണ് പ്രധാനപ്പെട്ട മതങ്ങള് എങ്കിലും പിന്നീട് വന്ന മതങ്ങൾ ഏതൊക്കെയാണ് പറയപ്പെടുന്നത്? വെറൈറ്റീസ് ഓഫ് ട്രൈബൽ റീജിയൻ എവരി മേജർ റിലീജിയൻ. അതിനുശേഷം പിന്നീട് ഉത്ഭവിച്ച മതങ്ങളാണ് ആദ്യം ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതം. ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന മതമായിരുന്നു ഏത്? ക്രിസ്ത്യാനിറ്റി. അതേപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും വന്ന റിലീജിയനാണ് ഏത്? ഇസ്ലാം. അതേപോലെ തന്നെ പിന്നെ ഏതാണ്? ജുഡായിസം, ജൂതമതങ്ങള്. പിന്നെ സരോസ്ത്രീയ മതം, അതേപോലെ തന്നെ ബഹായി മതം എന്നിവയ്ക്കും ഇന്ത്യയിൽ വലിയ ഫോളോവേഴ്സ് ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും ബുദ്ധമതവും. ബാക്കിയുള്ള മതങ്ങളൊക്കെ അതിൻ്റെ പ്രൗഢിയും ഇതൊക്കെ നഷ്ടപ്പെട്ട് അത് ഫോളോ ചെയ്യുന്ന ആളുകൾ പൊതുവെ ഇല്ലാതായി എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ according to census 2011, followers of Hinduism from 72.8% of the total population. 2011 സെൻസസ് പ്രകാരം 72.8% ജനങ്ങളാണ് ഏത് മതത്തിലുണ്ടായിരുന്നത്? ഹിന്ദു മതത്തിൽ. ഇന്ത്യയിലെ മൊത്തത്തിലാട്ടോ. അക്കോർഡിംഗ് ടു സെൻസസ് 2011 2011 സെൻസസ് പ്രകാരം ഹിന്ദു മതത്തിൽ എത്ര ശതമാനം ജനങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നത്? 72.8%. ഇസ്ലാം മതം 14.2%. ക്രിസ്തു മതം 2.3%. സിക്കിം 1.7 അഥവാ 1.7%. ബുദ്ധിസം 0.7%. ജൈനിസം 0.4%. ആൻഡ് അതർ റിലീജിയസ് ഗ്രൂപ്പ് ഫോം 0.7 ഫോളോവേഴ്സ്. മറ്റ് മതവിഭാഗങ്ങൾ എന്ന് പറയുന്നത് 0.7%. There are also caste or caste-like diversity within most of the religious group. എങ്കിലും ഇവയിൽ പല മതഗ്രൂപ്പുകളിലും ജാതി പോലുള്ള ആന്തരിക വൈവിധ്യങ്ങളും കാണപ്പെട്ടു. ഈ മതങ്ങളിൽ തന്നെ പല ഉപജാതികളായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. എന്നിട്ടും നമ്മുടെ രാജ്യം എങ്ങനെയാണ് നിലകൊള്ളുന്നത്? യൂണിറ്റിയായി നിലകൊള്ളുന്നു. അതാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലാംഗ്വേജ് നോക്കിയാലും റിലീജിയൻ നോക്കിയാലും ഒക്കെ ഡൈവേഴ്സിഫൈഡ് ആണ്, വ്യത്യസ്തമാണ്. എന്നിട്ടും ഇവിടെയുള്ള ആളുകൾ എങ്ങനെ നിലനിന്നു എന്നാ പറയുന്നത്? യൂണിറ്റി, ഒരുമയോടെ നിലനിൽക്കാൻ സാധിച്ചു എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എഴുതിയിട്ട വർഷം, അതായത് സെൻസസ് നടന്ന വർഷവും എത്ര ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നും അതേപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എത്ര എണ്ണമാണ് എന്നതും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആദ്യം ഇവിടെ നിലനിന്നിരുന്ന മതങ്ങൾ ഏതൊക്കെയാണ്, പിന്നെയുള്ള മതങ്ങൾ ഏതൊക്കെയാണ്, അത് എത്ര ശതമാനം ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിലൂടെ അനലൈസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻറ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇത് എന്താണ്? സിൻക്രറ്റിക് ട്രഡീഷൻ ഇൻ ഹിന്ദു സ്പിരിച്വാലിസം. അതായത് ഹിന്ദു ആത്മീയതയിലെ ശാശ്വതമായ സമന്വയ പാരമ്പര്യം. ഹിന്ദു ട്രഡീഷനിലെ ഇന്റേണൽ സിൻക്രറ്റിക് ട്രഡീഷൻ ഇൻ ഹിന്ദു സ്പിരിച്വാലിസം. ഹിന്ദു ആത്മീയതയിലെ ശാശ്വതമായ സമന്വയ പാരമ്പര്യം എന്നാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹിന്ദു ആത്മീയതയിലെ സമന്വയ പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. നോക്കൂ, ഇന്ത്യൻ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ സിൻക്രറ്റിക് അഥവാ ഇൻക്ലൂസീവ് അക്കോമഡേറ്റീവ് ട്രഡീഷൻ that promote tolerance and unity in diversity. ഇന്ത്യൻ സംസ്കാരം സമന്വയവും. എന്താ സമന്വയം എന്ന് പറഞ്ഞാൽ? സിൻക്രറ്റിക് എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് സമന്വയം. അതായത്
സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക? അതായത് നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ സിൻക്രറ്റിക് പറഞ്ഞാൽ എന്താണ്? വിവരിക്കുന്നു. ഇന്ത്യൻ കൾച്ചർ സമന്വയിപ്പിക്കുന്നു എന്ത്? ട്രഡീഷൻ, പാരമ്പര്യം, ദാറ്റ് പ്രൊമോട്ട് ടോളറൻസ് ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് ഇന്ത്യൻ സംസ്കാരം സമന്വയിപ്പിക്കുന്നു, വിവരിക്കുന്നു സഹിഷ്ണുതയുടെയും അതേപോലെ തന്നെ സഹിഷ്ണുതയെ അടിസ്ഥാനമാക്കിയുള്ള ഐക്യത്തിന്റെ വൈവിധ്യം എന്ന ആശയമാണ്. ഒരു ടോളറൻസിലൂടെയുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്? അതായത് ഐക്യത്തിലൂടെയുള്ള വൈവിധ്യം. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം, ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ വൈവിധ്യം. അപ്പൊ ആ ഐക്യത്തിലൂടെയുള്ള വൈവിധ്യത്തിനെയാണ് ഇന്ത്യൻ കൾച്ചർ എന്ത് ചെയ്യുന്നത്? സമന്വയിപ്പിക്കുന്നത്. ആ പാരമ്പര്യത്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹിന്ദുയിസം ഈസ് ദ മജോറിറ്റി റിലീജിയൻ ഇൻ ഇന്ത്യ. ഫിലോസഫി എൻകറേജ് ആക്സെപ്റ്റൻസ് ഓഫ് ഓൾ പാത്ത് ആൻഡ് ബിലീഫ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഹിന്ദുയിസം ഈസ് ദ മെജോറിറ്റി. ഇന്ത്യയിലെ മെജോറിറ്റി പീപ്പിൾസും എന്താ ഫോളോ ചെയ്യുന്നത്? ഹിന്ദു മതമാണ് ഫോളോ ചെയ്യുന്നത്. ഹിന്ദുയിസം ഈസ് ദ മെജോറിറ്റി റിലീജിയൻ ഇൻ ഇന്ത്യ. Its philosophy encourage acceptance of all path and belief. അതായത് പിന്നെ ഇവിടെ അപ്പൊ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുമതം വിശ്വാസങ്ങളും അവരുടെ പാത്ത്, വഴികളും അതേപോലെ തന്നെ അവര് എൻകറേജ് ചെയ്യുന്ന, അവരുടെ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഏത് ഫിലോസഫിയിലൂടെയാണ്? ഹിന്ദു വിശ്വാസപ്രകാരം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഹിന്ദുയിസം ഈസ് ദ മെജോറിറ്റി റിലീജിയൻ ഇൻ ഇന്ത്യ. ഈസ് ഫിലോസഫി എൻകറേജ് ആക്സെപ്റ്റൻസ് ഓഫ് ഓൾ പാത്ത് ആൻഡ് ബിലീഫ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദുമതം എല്ലാ വിശ്വാസങ്ങളെയും വഴികളെയും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ്. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ വഴികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദുമതം എല്ലാ വിശ്വാസങ്ങളെയും അതിൻ്റെ പാത്ത് പറഞ്ഞ വഴികളെയും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. Hinduism views religion not just as worship but as a way of life which allows space for different ideas and practices. ഹിന്ദു മതം ഒരു വർഷിപ്പ് മാത്രമല്ല. ഹിന്ദുയിസം വ്യൂസ് റിലീജിയൻ നോട്ട് ജസ്റ്റ് ആസ് വർഷിപ്പ്. ഒരു വർഷിപ്പ് പറഞ്ഞാൽ വിഗ്രഹാരാധന. ഒരു വിഗ്രഹാരാധന മാത്രമല്ല ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ആസ് എ വേ ഓഫ് ലൈഫ് വിച്ച് അലോവ് സ്പേസ് ഫോർ ഡിഫറെന്റ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്. ഒരുപാട് ആശയങ്ങളും ജീവിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് മതത്തിൽ നിലനിൽക്കുന്നുണ്ട്? ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വെറും ഒരു വിഗ്രഹാരാധന മാത്രമല്ല ഹിന്ദു മതം എന്ന് പറയുന്നത്. വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഐഡിയാസുകളും പ്രാക്ടീസസ് ഒക്കെ ഇതിൽ നിലനിൽക്കുന്നുണ്ട്, ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുമതം മറ്റു മതങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിലെ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയണത് നോക്കൂ. എ കീ കൺസെപ്റ്റ് ഓഫ് ഹിന്ദു ഫിലോസഫി ഈസ് വസുദൈവ കുടുംബകം. എ കീ കൺസെപ്റ്റ് ഓഫ് ഹിന്ദു ഫിലോസഫി, അതായത് ഹിന്ദു മതത്തിലെ തത്വചിന്തയാണ്, ഫിലോസഫിയാണ്. ഒരു കീ കൺസെപ്റ്റ് ഓഫ് ഹിന്ദു ഫിലോസഫി ഈസ് വസുദൈവ കുടുംബകം. എന്താണ് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാല്? മുഴുവൻ ലോകവും ഒരു കുടുംബമാണ്. അതാണ് യഥാർത്ഥത്തില് ഹിന്ദു സമൂഹം വിശ്വസിക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഹിന്ദു സമൂഹം എന്നല്ല, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും
ഫോളോ ചെയ്യേണ്ടത് എന്തെന്നെയാണ്? വസുദൈവ കുടുംബകം. എന്താണ് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാല്? നമ്മളുടെ ഈ ലോകം മുഴുവനും നമ്മുടെ കുടുംബമാണ്. ലോകമേ തറവാട് എന്ന് പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഈ ലോകം മുഴുവനും, ഈ വേൾഡ് മുഴുവനും നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ ഈ ലോകം മുഴുവനും നമ്മുടെ കുടുംബമാണ് എന്നതാണ് ഹിന്ദു സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഫിലോസഫി. എ കീ കൺസെപ്റ്റ് ഓഫ് ഹിന്ദു ഫിലോസഫി ഈസ് വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോൾ വേൾഡ് ഈസ് വൺ ഫാമിലി. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഒരൊറ്റ കുടുംബമായിട്ട് ഈ ലോകത്തെ കൺസിഡർ ചെയ്യണം. This idea teaches that all human beings belong to one universal family and no one should be treated as a stranger. എന്നാൽ മനുഷ്യരെല്ലാം ഒരേ കുടുംബത്തിന്റെ ഭാഗങ്ങളായി കാണണമെന്നും മാനവികയും അതേപോലെ തന്നെ സാർവലൗകികമായ സമീപനമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. യൂണിവേഴ്സൽ ഫാമിലി. യൂണിവേഴ്സൽ ഫാമിലി പറഞ്ഞാല് എന്താണ്? യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാർവത്രികമായ കാര്യങ്ങളാണ് ഏതിലൂടെ വ്യക്തമാക്കുന്നത്? ഈ ഒരു ആശയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ മനുഷ്യരെല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗമായി കാണണമെന്നും യൂണിവേഴ്സൽ ഫാമിലിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് നോ വൺ ഷുഡ് ട്രീറ്റ് ആസ് എ സ്ട്രേഞ്ചർ. മാത്രല്ല ഇതിന് ഇവിടെ എന്തില്ല? ഒരു സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതിരോധം പാടില്ല. എല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്തയാണ് ഈ ഒരു സംസ്കാരത്തിലൂടെ നിലനിർത്തേണ്ടത്. ഇറ്റ് റിഫ്ലക്ട് ദ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റേറിയൻ ഔട്ട്ലുക്ക് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? യൂണിവേഴ്സൽ, സാർവത്രികവും ഹ്യൂമാനിറ്റേറിയൻ, മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പ്രതിഫലിക്കേണ്ടത്. ഇറ്റ് റിഫ്ലക്ട് ചെയ്യാൻ എന്താ? പ്രതിഫലിക്കുക. അപ്പൊ ഇന്ത്യൻ സംസ്കാരത്തിലൂടെ എന്ത് പ്രതിഫലിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്? യൂണിവേഴ്സൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ, സാർവത്രികവും മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് സ്വാമി വിവേകാനന്ദ ഇൻ ഈസ് ഫേമസ് ചിക്കാഗോ സ്പീച്ച് ഇൻ 1893, 1893 ഷിക്കാഗോയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സ്പീച്ച് ഉണ്ടായിരുന്നു. highlighted that Hinduism stand for tolerance and universal acceptance. ഹിന്ദുമതം സഹിഷ്ണുതയുടെയും, ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സഹിഷ്ണുത. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാല് സാർവത്രികം, സാർവത്രികമായ ഒരു മതമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സഹിഷ്ണുതയുടെയും അതേപോലെ തന്നെ സാർവത്രികപരമായിട്ടുള്ള ഒരു റിലീജിയനാണ് ഹിന്ദുമതം എന്ന് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയില് വെച്ച് ഉണ്ടായ ഒരു സ്പീച്ചിൽ വ്യക്തമാക്കി. അതുകൊണ്ടാണ് വസുദൈവ കുടുംബകം എന്ന് പറയാനുള്ള കാരണം. ലോകത്തെ മുഴുവനും ഒരു കുടുംബമായി കാണണം എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചില് ഹിന്ദു സമൂഹം സഹിഷ്ണുതയിലൂടെയും യൂണിവേഴ്സിലൂടെയും പെരുമാറണം എന്ന് അദ്ദേഹം ആ സ്പീച്ചിലൂടെ വ്യക്തമാക്കുകയും he said that Hinduism does not reject other religions but respect all religions as true. അതേപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും സത്യമെന്ന് അംഗീകരിക്കുന്നതാണ് ഹിന്ദുമതത്തിന്റെ പ്രത്യേകത. എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് അംഗീകരിക്കുന്നതാണ് ഹിന്ദുമതത്തിന്റെ പ്രത്യേകത എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം തന്നെയാണ്. കാരണം പല വിദേശ രാഷ്ട്രങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട് വന്നതാണ് അല്ലെ. അപ്പൊ അവരേനൊക്കെ സ്വീകരിച്ചും അവർക്കൊക്കെ ആദരവ് നൽകി ഇവിടെയുള്ള രാജാക്കന്മാര് പട്ടും വളയും ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് പക്ഷെ അവര് പിന്നീട് ആധിപത്യം പുലർത്താൻ ശ്രമിച്ചപ്പോഴാണ് പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായത് എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? He said that Hinduism does not reject other religion. ഒരിക്കലും മറ്റൊരു മതത്തെ ഹിന്ദു സമൂഹം റിജക്ട് ചെയ്യുന്നില്ല. എല്ലാ മതങ്ങളിലും എന്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്? ട്രൂ. എല്ലാ റിലീജിയനിലും ഒരു സത്യമുണ്ട് എന്നാണ് ഈ ഒരു മതത്തിലൂടെ വിശ്വാസം പുലർത്തുന്നത് എന്നാണ് ഇവിടെ ആര് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ.
India has also given shelter to people of different religion from all over the world. അതേപോലെ തന്നെ വിവിധ മതങ്ങളിൽ in India has also given shelter to people of different religion from all over the world. അതായത് വിവിധ മതങ്ങളിൽ പീഡനം അനുഭവിച്ചവർക്കും അഭയാർത്ഥികൾക്കും ഇന്ത്യ അഭയം നൽകിയിട്ടുണ്ട്. ഷെൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അഭയം നൽകുക. ഷെൽറ്റർ നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ആൾസോ ഗിവൺ ഷെൽറ്റർ ടു പീപ്പിൾ ഓഫ് ഡിഫറെന്റ് റീജിയൻ, പല റിലീജിയൻ ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, പല പ്രദേശങ്ങളിൽ നിന്നും റിലീജിയൻ മതപരമായിട്ട് പല പ്രശ്നങ്ങളും നേരിട്ട ആളുകളെ പോലും നമ്മുടെ രാജ്യത്ത് അഭയം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെയും ഹിന്ദു വിഷയത്തിന്റെയും പ്രത്യേകത എന്നാണ് ആര് വ്യാഖ്യാനിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. The Hindu spiritualism promote unity, harmony and respect for diversity. അതുകൊണ്ട് തന്നെ ഹിന്ദു സ്പിരിച്വാലിസം എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? യൂണിറ്റി, ഐക്യം, ഹാർമണി, അതേപോലെ തന്നെ സമാധാനം, ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തെ ആദരിക്കൽ, ഫോമിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ പ്ലൂറാലിസ്റ്റിക് കൾച്ചർ, ആത്മീയതയുടെ അടിത്തറയും ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന്റെ ശക്തിയും ഇതാണ്. ഇപ്പൊ ഹിന്ദു സ്പിരിച്വാലിസം എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? യൂണിറ്റി, ഹാർമണി, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, അതായത് ഐക്യവും സമാധാനവും മതസൗഹാർദ്ദവും വൈവിധ്യത്തെ ആദരിക്കലൊക്കെയാണ് ഹിന്ദു സ്പിരിച്വാലിസം പ്രൊമോട്ട് ചെയ്യുന്നത്. അതിലൂടെ ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന്റെ ശക്തി വളരണം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്റേർണൽ സിൻക്രറ്റിക് ട്രഡീഷൻ ഇൻ ഹിന്ദു സ്പിരിച്വാലിസം എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറീസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ചരിത്രത്തിന്റെ യാത്രകളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറീസ് ഓഫ് ഇന്ത്യ, അതായത് ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള യാത്രകളെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇന്ത്യാസ് ഹിസ്റ്ററി ഷോസ് എ കണ്ടിന്യൂസ് ആൻഡ് ലോങ് പ്രോസസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അതായത് ഇന്ത്യയുടെ ചരിത്രം സാമൂഹ്യ സാംസ്കാരിക വികാസത്തിൻ്റെ ദീർഘവും തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കാണിക്കുന്നത്. ഇന്ത്യാസ് ഹിസ്റ്ററി ഷോസ് കണ്ടിന്യൂസ് ആൻഡ് ലോങ് പ്രോസസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യ ചരിത്രം സാമൂഹ്യ സാംസ്കാരിക സോഷ്യൽ ആൻഡ് കൾച്ചറൽ സാമൂഹ്യ സാംസ്കാരിക ഡെവലപ്മെൻറ്റിൻ്റെ ദീർഘവും ലോങ് പ്രോസസ് ദീർഘവും അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് ഇന്ത്യ ചരിത്രം കാണിക്കുന്നത്. ഹിന്ദുയിസം ആസ് ട്രഡീഷണലി ബീൻ അണ്ടർസ്റ്റുഡ് നോട്ട് ആസ് എ സിംഗിൾ റിജിഡ് റിലീജിയൻ ബട്ട് ആസ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഹിന്ദു മതം ഒരു കർശനമായ മതമായി മാറുകയും ഹിന്ദുമതം ഒരു കർശനമായ മതമായി അല്ല, മറിച്ച് ഒരു ജീവിത രീതിയായി ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. ഒരു ഹിന്ദുയിസം ആസ് ട്രഡീഷണലി ബീൻ അണ്ടർസ്റ്റുഡ് നോട്ട് ആസ് എ സിംഗിൾ റിജിഡ്, ഒരു കർശനമായിട്ടല്ല ഹിന്ദുമതം നിലനിന്നത്, പിന്നെ എങ്ങനെയാണ് ഒരു ജീവിത രീതിയായിട്ട്, ബട്ട് ആസ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയായിട്ടാണ് ഹിന്ദുമതം ഇന്ത്യ സമൂഹത്തിൽ നിലനിന്നത്. ഹിന്ദുയിസം ആസ് ട്രഡീഷണലി ബീൻ അണ്ടർസ്റ്റുഡ് നോട്ട് ആസ് എ സിംഗിൾ റിജിഡ്, ഹിന്ദുമതം ഒരു കർശനമായിട്ടുള്ള മതമായിട്ടല്ല നിലനിന്നത്, ഒരു ജീവിത അതായത് ബട്ട് ആസ് എ വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയായിട്ടാണ് ഇന്ത്യയിൽ നിലനിന്നത്. വിത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ജീവിത രീതിയായിട്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഹിന്ദുമതം നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിത രീതിയായിട്ടാണ് ഹിന്ദുമതം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നത്. അല്ലാതെ അതൊരു ആധിപത്യമായിട്ടോ കർശനമായിട്ടൊന്നും ഹിന്ദുമതം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിട്ടില്ല. അത് സൊസൈറ്റിയെയും കൾച്ചറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ജീവിത രീതിയായിട്ടാണ് നിലനിന്നത്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ 5,000-year old heritage beginning with the Indus Valley Harappan civilization. ഇന്ത്യക്ക് ഏകദേശം 5000 വർഷം പഴക്കമുള്ള ഒരു ഓൾഡ് സിവിലൈസേഷൻ ഉണ്ട്. ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ 5,000-year old heritage being with the Indus Valley Harappan civilization. ഇന്ത്യക്ക് ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു പൈതൃകം ഉണ്ട്. മാത്രമല്ല ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡസ് വാലി അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്ന ഹാരപ്പൻ നാഗരികതയാണ്. ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ ഏതാ? സിന്ധു നദീതടം. അപ്പൊ ഇൻഡസ് വാലി അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് 5000-ഓളം പഴക്കമുള്ള ഇന്ത്യൻ നാഗരികത എന്ന് പറയുന്നത്. ഏതാണ് തുടക്കം കുറിച്ചത്? ഹാരപ്പൻ സിവിലൈസേഷനിലൂടെയാണ് തുടക്കം കുറിച്ചത്. ദിസ് വാസ് ഫോളോഡ് ബൈ ദ വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ ദ റൈസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. മാത്രല്ല തുടർന്ന് വേദ കാലഘട്ടം എന്നാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആ കാലഘട്ടം ഫോളോ ചെയ്തിരുന്നത്. എന്താണ്? വേദിക് പീരിയഡ് ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ബുദ്ധമതവും ജൈനമതവും ഉദയം ചെയ്തത്. ദിസ് വാസ് ഫോളോഡ് ബൈ ദ വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ ദ റൈസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ജൈനിസവും ബുദ്ധിസവും എന്ത് ചെയ്തത്? വളർന്നു വന്നത്. ഡ്യൂറിംഗ് ദ മിഡീവൽ പീരിയഡ് ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് preferred Greek and Muslim influence, the establishment of Delhi Sultanate and separated Bhakti movement and Sikkim. അതേപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരിയഡ് പറഞ്ഞാല് മധ്യകാലഘട്ടത്തില് ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പേർഷ്യൻ, ഗ്രീക്ക് ആൻഡ് മുസ്ലിം ഇൻഫ്ലുവൻസ്. അതായത് ഈ മധ്യകാലഘട്ടത്തില് പേർഷ്യനും ഗ്രീക്കുകാരും മുസ്ലിം സ്വാധീനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായി. മധ്യകാലഘട്ടം ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു പൈതൃകമാണ് ഇന്ത്യൻ സംസ്കാരം. ഏത് സംസ്കാരവുമായി നോക്കുമ്പോൾ ഹാരപ്പൻ സംസ്കാരമാണ് ഇവിടെ നിലനിന്നിരുന്നത്, അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതൊരു വേദ കാലഘട്ടമായിരുന്നു. മാത്രമല്ല ജൈനിസവും ബുദ്ധിസവും ആണ് അന്ന് ഫോളോ ചെയ്തിരുന്നത്. പിന്നീട് ഒരു മിഡീവൽ പീരിയഡ് ആയപ്പോഴേക്കും എന്തൊക്കെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തു? പേർഷ്യനും ഗ്രീക്കും മുസ്ലിം തുടങ്ങിയ മതവിഭാഗങ്ങൾ ഇവിടെ ഹിന്ദു സമൂഹത്തിൽ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്വാധീനം എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റും അതേപോലെ തന്നെ ദ സ്പ്രെഡ് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ പിന്നെന്താണ് സിഖ് മതത്തിന്റെ ഉദയം തുടങ്ങിയ, അതേപോലെ ഇൻ സൗത്ത് ഇന്ത്യ ദ വിജയനഗരം എംപയർ ബിക്കം സ്ട്രോങ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തീകരണം എന്നിവയുണ്ടായി. അപ്പൊ ആ മിഡീവൽ പീരിയഡ് ആയപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? പേർഷ്യൻ, ഗ്രീക്ക്, മുസ്ലിം ഇൻഫ്ലുവൻസ്, അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ ആധിപത്യം, അതേപോലെ തന്നെ സിക്കിം ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനങ്ങളെ, സിക്കിം അധിനിവേശം, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിൽ വിജയനഗര എംപയർ ബിക്കം സ്ട്രോങ്, വിജയനഗരം ശക്തി പ്രാപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് മിഡീവൽ പീരിയഡിൽ ഇന്ത്യയിൽ ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് later powerful empires such as Mughal and Maratha emerged. അതേപോലെ പിന്നീട് മുഗൾ മറാത്ത സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു. മുഗൾ എംപയർ അഥവാ അതേപോലെ തന്നെ മറാത്ത എംപയർ. അപ്പോ മുഗൾ മറാത്ത സാമ്രാജ്യങ്ങൾ ഉയർന്നു വരികയും ദിസ് വാസ് ഫോളോഡ് ബൈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ഈ മുഗളന്മാരും അതേപോലെ തന്നെ
മറ്റ് ഡൽഹി സുൽത്താനേറ്റുകളൊക്കെ വന്ന് അധിനിവേശം പ്രാപിച്ചതിന് ശേഷമാണ് പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണവും ഇന്ത്യയിൽ ആരംഭിച്ചു. ദിസ് വാസ് ഫോളോവ്ഡ് ബൈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വിച്ച് ഫൈനലി എൻഡഡ് ഇൻ 1947 ആഫ്റ്റർ ഇന്ത്യ ലോങ് ഫ്രീഡം സ്ട്രഗിൾ. അങ്ങനെ 1947 സ്വാതന്ത്ര്യത്തോടെ ഈ ഒരു വിദേശ ശക്തികളിൽ നിന്നുള്ള ആധിപത്യം ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ ഇന്ത്യ ഒരു ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി വിദേശ ശക്തികളുടെ അധിനിവേശം ഇന്ത്യയിൽ നിന്നും അവസാനിക്കപ്പെട്ടു. ആൻഡ് ദെൻ throughout this historical change and foreign contact, India has maintained its tradition of pluralism, tolerance and accommodation which remains a core feature of Indian society. ഈ എല്ലാ ചരിത്രപരമായ മാറ്റങ്ങളുടെയും വിദേശ ബന്ധങ്ങളുടെയും ഇടയിലും ഇന്ത്യ എന്തൊക്കെ നിലനിർത്താൻ ശ്രമിച്ചു എന്നാ പറയുന്നത്? ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിന്റെയും അതേപോലെ തന്നെ ഫോറിൻ കോണ്ടാക്ട് വിദേശ ബന്ധങ്ങളുടെയും ഇടയിലും ഇന്ത്യ എന്തെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു? പ്ലൂറാലിസം, ബഹുസ്വരത, ടോളറൻസ്, സഹിഷ്ണുത, അക്കോമഡേഷൻ തുടങ്ങി ഒരുപാട് പൈതൃകങ്ങൾ, ഇന്ത്യൻ സൊസൈറ്റി തുടങ്ങിയ മൂല്യങ്ങളൊക്കെ ഇന്ത്യ നിലനിർത്തുന്നതിനും ഇതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷത. അപ്പോ ഈ വിദേശ ശക്തികളുടെയും ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളുടെയും ഇടയിലൊക്കെ ഇന്ത്യ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു? ഇന്ത്യ ഹാസ് മെയിൻറ്റെയിൻഡ് ഇറ്റ് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിസം. അതായത് ഇന്ത്യയിൽ ബഹുസ്വരതയും സഹിഷ്ണുതയും അതേപോലെ തന്നെ അക്കോമഡേഷനും ഒക്കെ നിലനിർത്താൻ ഇന്ത്യൻ സൊസൈറ്റി ശ്രമിച്ചിരുന്നു എന്നതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകപരമായിട്ടുള്ളൊരു സവിശേഷത. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറീസ് ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള അടുത്ത ടോപ്പിക്ക് കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ആ ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇത് എസ്എ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അതിൽ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടം, അവരുടെയും പാശ്ചാത്യരുടെയും ഇമാജിനേഷൻ ആണ് ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച്. അപ്പൊ അതില് പ്രധാനമായും 5 ആളുകളാണ് ഇമാജിൻ ചെയ്യുന്നത്. മെക്കാളെ മൈന്യൂട്ട് ഉണ്ട്, ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ട്, ഇന്ത്യ ആസ് ഇമാജിൻഡ് ബൈ ഹെഗൽ, മാക്സ് ആൻഡ് ഏഗിൾസ് ഉണ്ട്, മാക്സ് വെബർ ഉണ്ട്, മാർക്ക് ട്വെയിൻ. ഈ 5 ആളുകളുടെയും ഇമാജിനേഷൻ ആണ് കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതില് ഓരോരുത്തരെയും നമുക്ക് എടുത്ത് പഠിക്കണം. അതിന് മെക്കാളുടെയാണ് ടീച്ചർ ഇവിടെ 10 പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കളെ, കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ ചോദിച്ചു കഴിഞ്ഞാല് 5 ആളുകളായി വരിക. ആ 5 ആളിലെ ഫസ്റ്റ് ആരുടെ മൈന്യൂട്ടാണ് നമ്മൾ പഠിക്കുന്നത്? മെക്കാളെ പ്രഭു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹം പാശ്ചാത്യ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഡ്യൂക്കേഷണൽ ആയിട്ട് ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓഫർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കൂ, മെക്കാളെ മൈന്യൂട്ട്. എന്താണ് മെക്കാളെ മൈന്യൂട്ട് എന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്? പോയിന്റ് വൈസ് ആയിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മൈന്യൂട്ട്സ് നോക്കൂ. മെക്കാളെ പ്രസന്റ് ഈസ് മൈന്യൂട്ട് ഓൺ എഡ്യൂക്കേഷൻ ഇൻ 1835. അതായത് മെക്കാളെ 1835 വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട മൈന്യൂട്ട് അവതരിപ്പിച്ചു. എഡ്യൂക്കേഷനെ കുറിച്ച്, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ഇത് നടപ്പിലാക്കിയത് ആരായിരുന്നു? മെക്കാളെ പ്രഭു ആയിരുന്നു. അപ്പോ ഇന്ന് 1835 മെക്കാളെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു മൈന്യൂട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. He considered Indian language like Sanskrit and Arabic as inferior. അതേപോലെ തന്നെ സംസ്കൃതം, അറബി പോലെയുള്ള ഇന്ത്യൻ ഭാഷകളെ അവർ താഴ്ന്നതായിട്ടാണ് കണക്കാക്കി, ഇൻഫീരിയർ ആയിട്ടാണ് കണക്കാക്കിയത്.
അദ്ദേഹം വെസ്റ്റേൺ ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ഈ കൺസിഡേർഡ് ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ്, ഇന്ത്യയുടെ ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. അതേപോലെ തന്നെ അറബി പണ്ഡിതന്മാര് ഇവിടെ നടപ്പാക്കിയിട്ടുള്ള അറബി ലാംഗ്വേജ് നിലനിന്നിരുന്നു. അപ്പൊ ആ സാൻസ്ക്രിറ്റിനെയും അറബിയെയും ഒക്കെ മെക്കാളെ എങ്ങനെയാണ് പരിഗണിച്ചത്? വളരെ ഇൻഫീരിയർ ആയിട്ടാണ് പരിഗണിച്ചത്. He believed Indian literature had no scientific or useful knowledge. അതായത് അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്? ഇന്ത്യൻ ലിറ്ററേച്ചറും അതേപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഹാഡ് നോ സയന്റിഫിക് ഓർ യൂസ്ഫുൾ നോളജ്. ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ സാഹിത്യത്തിൽ ശാസ്ത്രീയമായിട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ സാഹിത്യത്തിൽ ശാസ്ത്രീയമായിട്ടോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവോ ഇന്ത്യൻ സാഹിത്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് ആര് വിശ്വസിച്ചത്? മെക്കാളെ വിശ്വസിച്ചത്. എന്നിട്ട് അദ്ദേഹം അക്കോർഡിംഗ് ടു ഹിം വെസ്റ്റേൺ യൂറോപ്യൻ നോളജ് വാസ് സുപ്പീരിയർ. അങ്ങനെ അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് ഇവിടെ അതാണ് സുപ്പീരിയർ എന്ന് വാദിക്കുകയും ചെയ്തു, അഭിപ്രായപ്പെടുകയും ചെയ്തു. According to him, Western European knowledge was superior. ഇന്ത്യൻ ലിറ്ററേച്ചർ കൊണ്ട് ശാസ്ത്രീയമായിട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവ് നൽകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് അഭിപ്രായപ്പെട്ടു? അക്കോർഡിംഗ് ടു ഹിം വെസ്റ്റേൺ യൂറോപ്യൻ നോളജ് വാസ് സുപ്പീരിയർ. വെസ്റ്റേൺ യൂറോപ്യൻ നോളജ് ആണ് സുപ്പീരിയർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. He supported English as the medium of education in India. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം വേണമെന്ന് അദ്ദേഹം വാദിച്ചു. He supported English as the medium of education in India. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമമായി ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. His aim was to teach what is best worth knowing through English. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു എയിമാണ്, ലക്ഷ്യമാണ് what is best worth knowing through English. അതായത് അറിയാൻ ഏറ്റവും വിലമതിക്കുന്നത് ഇംഗ്ലീഷിലൂടെ പഠിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അറിയാൻ എന്തെല്ലാം നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുവോ അതൊക്കെ വിലമതിക്കപ്പെടുന്നത് എപ്പോഴാണ്? വേർത്ത് അത് വിലമതിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇംഗ്ലീഷിലൂടെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം ഇന്ത്യയുടെ ലാംഗ്വേജ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റിനെയും അതേപോലെ തന്നെ അറബിയെയൊക്കെ അദ്ദേഹം ഇൻഫീരിയർ ആയിട്ടാണ് കണ്ടത്. അതേപോലെ ഇംഗ്ലീഷിനെ അദ്ദേഹം സുപ്പീരിയർ ആയിട്ടാണ് പരിഗണിച്ചത്. മാത്രമല്ല ഇംഗ്ലീഷ് ഇവിടെ നടപ്പാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അതേപോലെ അദ്ദേഹം എന്താണ് പറയുന്നത്? He aim was to take what is best worth knowing through English. അതായത് അറിയാൻ ഏറ്റവും വിലമതിക്കുന്നത് ഇംഗ്ലീഷിലൂടെ പഠിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്തതായിട്ട് അദ്ദേഹം എന്താ പറയണേ? He wanted to create a class of educated Indian loyal to the British. അതായത് ഇന്ത്യൻ ലോയൽ ടു ദ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായ വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ വർഗം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായ ഒരു വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ വർഗത്തെ സൃഷ്ടിക്കുന്ന എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം, ഈ മെക്കാളെ പ്രഭുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദിസ് ക്ലാസ് വുഡ് ആക്ട് ആസ് ഇന്റർമീഡിയറീസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് റൂളേഴ്സ് ആൻഡ് ഇന്ത്യൻ പീപ്പിൾ. ഇങ്ങനെ ഈ വർഗം ബ്രിട്ടീഷ് ഭരണാധികാരികളും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ഇടനിലക്കാരായിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഇന്ത്യനിലെ റൂളേഴ്സുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെക്കാളെ പ്രഭു സത്യത്തിൽ എന്തിവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്? ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ ജനതയിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ ആളുകൾക്ക് നാഷണൽ ഫീലിംഗ് ഉണ്ടാവുക ചെയ്തത്. അതായത് ദേശീയ ബോധം ഉണരാൻ അത് സഹായകമാവുകയാണ് ചെയ്തത്. പക്ഷെ മെക്കാളെ പ്രഭു ഇവിടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കൾച്ചർ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യൻ റൂളേഴ്സും ബ്രിട്ടീഷ് ഭരണാധികാരികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എന്ത് നടപ്പാക്കാൻ ശ്രമിച്ചത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് നടപ്പാക്കാൻ ശ്രമിച്ചത്.
This class would act as intermediary between British rulers and Indian people. അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ഇടനിലക്കാരായി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്തുകൂടെ നടപ്പാക്കിയത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. They would be Indian in blood but English in culture and thinking. അവരുടെ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരായിരിക്കും, പക്ഷെ ചിന്തയിലും സംസ്കാരത്തിലും ഇംഗ്ലീഷുകാരായിരിക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. They would be Indian in blood. അതായത് രക്തത്തിലും ബ്ലഡ് ബട്ട് ഇംഗ്ലീഷ് ഇൻ കൾച്ചർ ആൻഡ് തിങ്കിങ്. അതായത് രക്തത്തില് നമ്മൾ ഇന്ത്യക്കാരായിരിക്കും. They would be Indian in blood. ബ്ലഡിൽ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലും ചിന്തയിലും എന്താവണം എന്ന് അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷുകാരായിരിക്കണം. രക്തത്തിൽ നമ്മൾ ബ്ലഡിൽ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ പോലും നമ്മളുടെ തിങ്കിങ്ങിലും കൾച്ചറിലും ഇംഗ്ലീഷുകാരായിരിക്കണം എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? മെക്കാളെ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ലാസ്റ്റ് അത് എന്താ പറയണേ? ദിസ് പോളിസി ഹെൽപ്ഡ് സ്പ്രെഡ് വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് സ്ട്രെങ്തൻ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അങ്ങനെ ഇന്ത്യയിലെ പാശ്ചാത്യ ആശയങ്ങളും മൂല്യങ്ങളും ഇന്ത്യയിൽ വ്യാപിക്കുകയും ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെടുകയും ചെയ്തു. ദിസ് പോളിസി ഹെൽപ്ഡ് സ്പ്രെഡ് വെസ്റ്റേൺ ഐഡിയ ആൻഡ് സ്ട്രെങ്തൻ. ഈ ഒരു നയത്തിലൂടെ വെസ്റ്റേൺ ഐഡിയാസ് ഇന്ത്യയിൽ ശക്തിപ്പെടുകയും അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെടുന്നതിനും കാരണമാവുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വളരെ നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് രണ്ട് പാരഗ്രാഫോളം വരുന്നുണ്ട്. അതാണ് ടീച്ചർ ഇവിടെ ഒരു 10 പോയിന്റ് ആയിട്ട് അത്രയും ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾക്ക് കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷനിൽ പഠിക്കാനുള്ളത് ആരെ കുറിച്ചാ? ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ജെയിംസ് മില്ലിനെ കുറിച്ചാണ് നമുക്കിവിടെ ഇനി പഠിക്കാനുള്ള ടോപ്പിക് ഭാഗം കേട്ടോ. അപ്പോൾ ഈ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 ആളെ കുറിച്ചും എഴുതണം. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, ഇനി രണ്ടാമത്തതാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷനിലെ മെക്കാളെ മൈന്യൂട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതായത് ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ജെയിംസ് മിൽ ഇന്ത്യയെക്കുറിച്ച് നൽകിയ വിവരണം. എന്തൊക്കെ കാര്യങ്ങളാണ് ജെയിംസ് മില്ല് ഇന്ത്യയെക്കുറിച്ച് വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പോയിന്റുകളായിട്ടാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്, നോക്കിക്കോളൂ. James Mill was a colonial historian who described Indian civilization in a highly negative way. ജെയിംസ് മില്ല് ഇന്ത്യയെ വളരെ എന്താ പറയുക ഒരു നിന്ദിക്കുന്ന രീതിയിൽ വിലയിരുത്തിയ ഒരു കൊളോണിയൽ ചരിത്രകാരനായിരുന്നു. James Mill was colonial historian who described Indian civilization in a highly negative way. ഇന്ത്യൻ നാഗരികതയെ ഒരു നെഗറ്റീവായിട്ടാണ് ജെയിംസ് മില്ല് വിശദീകരിച്ചത്. ഒരു മോശമായിട്ടാണ് അദ്ദേഹം നെഗറ്റീവ് ആശയത്തിലൂടെയാണ് ഇന്ത്യൻ നാഗരികതയെ ജെയിംസ് മില്ല് എന്ത് ചെയ്തത്? വിശദീകരിച്ചത്. സെക്കൻഡ് വൺ, ഹി കമ്പയർഡ് ഹിന്ദുസ് ടു ദ സാവേജസ് ഓഫ് അമേരിക്ക. അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കളെ അമേരിക്കയിലെ കാട്ടാളന്മാർ എന്ന രീതിയിൽ ഉപമിച്ചു. ഹി കമ്പയർഡ് ഹിന്ദുസ് ടു ദ സാവേജസ് ഓഫ് അമേരിക്ക. അതായത് അമേരിക്കയിലെ കാട്ടാളന്മാരാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന ജെയിംസ് മില്ല് എന്ത് ചെയ്തു? ഇവിടുത്തെ ഹിന്ദുസിനെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ആൻഡ് ദെൻ ഇന്ത്യ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വേർ കാൾഡ് ആർട്ട് ഓഫ് ദ ബാർബേറിയൻ. അതേപോലെ തന്നെ ഇന്ത്യൻ കലയും വാസ്തുവിദ്യയും കാട്ടാളന്മാരുടെ കലയായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വേർ കാൾഡ് ആർട്സ് ഓഫ് ബാർബേറിയൻ. അതായത് മോശമായ ഇന്ത്യൻ ആർക്കിടെക്റ്റിനെയും ഇന്ത്യൻ ആർട്ടിനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആര് വിശദീകരിച്ചത്? ജെയിംസ് മില്ല് വിശദീകരിച്ചത്. ഇന്ത്യ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഹാഫ് സിവിലൈസ്ഡ് നാഷൻ. അതേപോലെ ഇന്ത്യയെ ഒരു അർദ്ധ സിവിലൈസ്ഡ് രാജ്യം എന്നാണ് പറഞ്ഞത്. പൂർണ്ണമായി നാഗരികമാക്കപ്പെടാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ്
ജെയിംസ് മില്ല് ഇന്ത്യയെ കുറിച്ച് പരാമർശിച്ചത്. ഇന്ത്യ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഹാഫ് സിവിലൈസ്ഡ് നാഷൻ, ഒരു അർദ്ധ നാഗരിക രാജ്യമാണ് എന്നാണ് ജെയിംസ് മില്ല് വ്യക്തമാക്കിയത്. ദെൻ ദ ഇന്ത്യ വേ ഓഫ് ലൈഫ് വാസ് കൺസിഡേർഡ് ഇൻഫീരിയർ ആൻഡ് അബോമിനബിൾ. അതായത് ഇന്ത്യൻ വേ ഓഫ് ലൈഫ് വാസ് കൺസിഡേർഡ് ഇൻഫീരിയർ. എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ ജീവിത ശൈലിയെ താഴ്ന്നതും അതേപോലെ തന്നെ വളരെ മോശമായതായിട്ട്, അബേർഡ്നെസ് ആയിട്ട്, അബോമിനബിൾ എന്ന് പറഞ്ഞാൽ അശ്ലീലമായിട്ടൊക്കെയാണ് അവര് വിലയിരുത്തിയത്. ദ ഇന്ത്യൻ വേ ഓഫ് ലൈഫ്, ഇന്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ ഇൻഫീരിയർ ആയിട്ടും അബോമിനബിൾ ആണ് എന്നാണ് വ്യക്തമാക്കിയത്. ഇന്ത്യൻ ജീവിതത്തെ വളരെ മോശമായിട്ടും അശ്ലീലമായിട്ടൊക്കെയാണ് വ്യക്തമാക്കിയത്. And then next point, British believed India needed to be changed the westernized. അതേപോലെ തന്നെ ഇന്ത്യയുടെ പാശ്ചാത്യ രീതിയിൽ മാറ്റിയെടുക്കണം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ബ്രിട്ടീഷ് ബിലീവ്ഡ് ഇന്ത്യ നീഡഡ് ടു ബി ചേഞ്ച്ഡ് വെസ്റ്റേണൈസ്ഡ്. വെസ്റ്റേണൈസിലേക്ക് ഇന്ത്യക്കാരെ ചേഞ്ച് ചെയ്യണം എന്നാണ് അവർ വിശ്വസിച്ചത്. ദിസ് ഐഡിയ ലെഡ് ടു ദ ബ്രിട്ടീഷ് സിവിലൈസിംഗ് മിഷൻ. ഈ ഒരു ഐഡിയ നടപ്പാക്കാൻ വേണ്ടി അവർ എന്താണ് ഇവിടെ നടപ്പാക്കിയത്? ഒരു സിവിലൈസിംഗ് മിഷൻ എന്നുള്ള പേരിൽ ഒരു നാഗരികപരമായിട്ടുള്ള മാറ്റത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സിവിലൈസിംഗ് മിഷൻ ഇവിടെ നടപ്പാക്കി. CIVILISING കേട്ടോ ഇവിടെ സിവിലൈസിംഗ് മിഷൻ. ആൻഡ് ദെൻ അടുത്തത് മിൽ വ്യൂ വേർ ബേസ്ഡ് ആൻഡ് ബേസ്ഡ് ഓൺ റങ് അസംഷൻ. മില്ലിന്റെ അഭിപ്രായങ്ങൾ ഭയങ്കര എന്തായിരുന്നു? പക്ഷാപാതപരവും അതേപോലെ തന്നെ തെറ്റായതുമായിരുന്നു. റങ് അസംഷൻ, റങ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള അസംഷൻ ആയിരുന്നു. മിൽ വ്യൂ വേർ ബേസ്ഡ് ആൻഡ് ബേസ്ഡ് ഓൺ റോങ് അസംഷൻ. ഈ മിഷന്റെ അഭിപ്രായങ്ങൾ പല രീതിയിൽ പക്ഷാപാതപരവും അതേപോലെ തന്നെ തെറ്റായതുമായിരുന്നു ഇന്ത്യയെക്കുറിച്ച്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഹി ഇഗ്നോർഡ് ദ റിച്ച് കൾച്ചർ ആൻഡ് നോബിൾ വാല്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ മഹത്തായ മൂല്യങ്ങളെ അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. ഹി ഇഗ്നോർഡ് ദ റിച്ച് കൾച്ചർ ആൻഡ് നോബിൾ വാല്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ സാമൂഹിക മൂല്യങ്ങളെയും അതേപോലെ തന്നെ മഹത്തായ മൂല്യങ്ങളെ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ നോബൽ വാല്യൂസിനെ അദ്ദേഹം എന്താ ചെയ്തത്? വളരെയധികം അവഗണിക്കുകയാണ് ചെയ്തത്. ഹിസ് ഐഡിയ വേർ യൂസ്ഡ് ടു ജസ്റ്റിഫൈ ബ്രിട്ടീഷ് റൂൾ ഓവർ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തെ ന്യായീകരിക്കാൻ അദ്ദേഹം ഈ ആശയങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇവിടെ ഇന്ത്യക്കാർ ഭരിച്ചിട്ടൊരു കാര്യമില്ല, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ വളരെ മോശമാണ്, അവർക്ക് വലിയ അറിവ് കാര്യങ്ങളൊന്നുമില്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇൻഫീരിയർ ആയി താഴ്ന്ന രീതിയിലാണ്. അങ്ങനെ ഇന്ത്യക്കാരെ മൊത്തത്തിൽ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ആരെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ശ്രമിച്ചത്? ബ്രിട്ടീഷ് റൂളിനെ. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളൊക്കെ ആരെ ന്യായീകരിക്കാൻ വേണ്ടിയായിരുന്നു? ആരെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് റൂളിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന ഈ ഒരു ഭാഗത്ത് വ്യക്തമാക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ ആസ് ഇമാജിൻഡ് ബൈ ഹെഗൽ, മാക്സ് ആൻഡ് ഈഗിൾസ്. ഹെഗലും മാക്സും ഈഗിൾസും ഇന്ത്യയെ എങ്ങനെയാണ് ഇമാജിൻ ചെയ്തത് എന്നാണ് നമുക്കിനി അനലൈസ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ നമ്മള് കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷനിൽ തേർഡ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഇന്ത്യ ആസ് ഇമാജിൻഡ് ബൈ ഹെഗൽ, മാക്സ് ആൻഡ് ഏഗിൾസ്. ഇന്ത്യയെ ഹെഗലും മാക്സും ഏഗിൾസും ഈ മൂന്ന് പേരും ഇന്ത്യയെ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്, ഇന്ത്യയെ എങ്ങനെയാണ് കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്നാമത്തെ, അതായത് കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷനിലെ തേർഡ് പോയിന്റ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഇന്ത്യ ആസ് ഇമാജിൻഡ് ബൈ ഹെഗൽ, മാക്സ്, ഏഗിൾസ്. ഹെഗലും മാക്സും ഏഗിൾസും ഇന്ത്യയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. അതിൽ നോക്കൂ, ഹെഗൽ, മാക്സ് ആൻഡ് ഏഗിൾസ് വ്യൂഡ് ഇന്ത്യ ആസ് എ സ്റ്റാറ്റിക് ആൻഡ് അൺചേഞ്ചിങ് സൊസൈറ്റി. ഹെഗലും മാക്സും ഏഗിൾസും ഈ മൂന്ന് പേരും ഇന്ത്യയെ ഒരു മാറ്റമില്ലാത്ത ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് കണ്ടത്.
അൺചേഞ്ചിങ് സൊസൈറ്റി, മാറ്റമില്ലാത്തൊരു സമൂഹമായിട്ട്, ഒരു സ്റ്റാറ്റിക് സമൂഹമായിട്ടാണ് എന്നും നിലനിൽക്കുന്ന, സ്റ്റാറ്റിക് പറഞ്ഞാൽ എന്താ, എന്നും നിലനിൽക്കുന്ന ഒരു മാറ്റമില്ലാത്ത സമൂഹമായിട്ടാണ് ഹേഗൽസും മാർക്സും ഏംഗൽസും ഇന്ത്യയെ കണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഹേഗൽ ബിലീവ്ഡ് ഇന്ത്യ ആൻഡ് ചൈന ഹാഡ് റിമൈൻഡ് അൺചേഞ്ച്ഡ് ഫോർ തൗസൻഡ് ഓഫ് ഇയേഴ്സ്. ഹേഗലിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും ചൈനയും ആയിരക്കണക്കിന് വർഷങ്ങളായി എന്തില്ലാതെ തുടരുന്നു, ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. ഹേഗൽ ബിലീവ്ഡ് ഇന്ത്യ ആൻഡ് ചൈന ഹാഡ് റിമൈൻഡ് അൺചേഞ്ച്ഡ് ഫോർ തൗസൻഡ് ഓഫ് ഇയേഴ്സ്. 1000 വർഷങ്ങളോളമായി ഇന്ത്യയും ചൈനയും ആ കാലഘട്ടത്തിൽ ഒരു മാറ്റം ഇല്ലാതെ കണ്ടിന്യൂ തുടരുകയാണ് എന്നാണ് അവർ പറയണത്. ദെൻ പിന്നെ എന്താ പറയണത് നോക്കൂ, he described India as a society that was unchanged and fixed. ഇന്ത്യയെ മാറ്റമില്ലാത്തതും അതേപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടും ആര് പ്രസ്താവിച്ചു, ഹേഗൽസ്. ഇവര് 3 ആളും പ്രസ്താവിച്ചു. മാർക്സ് യൂസ്ഡ് ഇന്ത്യൻ സൊസൈറ്റി ടു എക്സ്പ്ലെയിൻ ഏർലി സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ഡെവലപ്മെന്റ്. മാർക്സ് ഇന്ത്യയെ പുരാതന സാമൂഹിക ഘടനകളുള്ള ഒരു രാജ്യമായി വിലയിരുത്തി. മാർക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി എക്സ്പ്ലെയിൻ ഏർലി സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ഡെവലപ്മെന്റ്. മാർക്സ് ഇന്ത്യയെ പുരാതന സാമൂഹിക ഘടനയുള്ള ഒരു രാജ്യമായിട്ട് വിലയിരുത്തുകയാണ് ചെയ്തത്. ഒരു ഹ്യൂമൻ സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് ഇന്ത്യയെ വിലയിരുത്തി. അടുത്തതാണ്, he believed ancient Indian society had no clear class division. അതേപോലെ തന്നെ ഇന്ത്യൻ സമൂഹം ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് തന്നെ പഴയ രൂപത്തിൽ തുടരുകയായിരുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചു. he believed ancient Indian society had no clear class division. ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ്, he believed ancient Indian society had no clear class division. ഒരു എന്താ പറയുന്നത്, ഇന്ത്യൻ സമൂഹം എങ്ങനെയായി തുടർന്നു, നോ ക്ലിയർ ക്ലാസ് ഡിവിഷനാ, അതായത് വർഗീകരണത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ബിലീവ്ഡ് ആൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റി, അതിപുരാതനമായിട്ടുള്ള ഇന്ത്യൻ സമൂഹം എങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, വർഗീകരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ഹേഗൽ സെഡ് ഇന്ത്യ ആൻഡ് ചൈന ഹാഡ് മെയ്ഡ് ലിറ്റിൽ ഓർ നോ പ്രോഗ്രസ് ഫോർ സെഞ്ചുറി. അതായത് ഹേഗൽസ് ഇന്ത്യയെയും ചൈനയെയും പുരോഗതി കൈവരിച്ചിട്ടില്ലെന്ന് നോ പ്രോഗ്രസ് ഫോർ ഒരു ഇന്ത്യ ആണെങ്കിലും അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയും ചൈനയും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല, അതേപോലെ തന്നെ എന്താണ് നോ പ്രോഗ്രസ്, ഒരു പുരോഗതിയും ഇല്ലാതെ തുടരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ തോട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ വുഡ് ഇവഞ്ച്വലി ട്രാൻസ്ഫോം ഏഷ്യൻ സൊസൈറ്റി. അതേപോലെ തന്നെ എന്താണ്, യൂറോപ്യൻ സംസ്കാരവും വ്യവസായവും ഏഷ്യൻ രാജ്യങ്ങളെ മാറ്റുമെന്നായിരുന്നു അവരുടെ ധാരണ. യൂറോപ്യൻ സംസ്കാരം ഈ ഏഷ്യൻ രാജ്യങ്ങളെ, വെസ്റ്റേൺ സിവിലൈസേഷൻ ഏഷ്യൻ സമൂഹത്തെ മാറ്റേണ്ടതാണ്. പക്ഷെ സത്യത്തിൽ വെസ്റ്റേൺ സംസ്കാരം ഒരിക്കലും ഏഷ്യൻ സൊസൈറ്റികളെ മാറ്റിയിട്ടില്ല എന്നാണ് ഇവര് പ്രസ്താവിച്ചത്. വെസ്റ്റേൺ കൺട്രികൾ ഇന്ത്യയിലേക്ക് വന്നുകൂടിയെങ്കിലും അത് അവരുടെ ആവശ്യത്തിനായിരുന്നു, അതല്ലാതെ ഇന്ത്യയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മാർക്സ് കൺസിഡർഡ് ദ ഇന്ത്യൻ വില്ലേജ് സിസ്റ്റം ആസ് ദ കീ ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതേപോലെ തന്നെ മാർക്സ് പരിഗണിക്കുന്നു ഇന്ത്യൻ വില്ലേജ് സിസ്റ്റം ആസ് ദ കീ ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ വില്ലേജുകളാണ്, ഇന്ത്യയുടെ ഗ്രാമവ്യവസ്ഥയാണ്. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്, മാർക്സ് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ വില്ലേജ് വേർ സ്മാൾ സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ ഇന്ത്യൻ വില്ലേജുകൾ എങ്ങനെയായിരുന്നു, ചെറുതും സ്വയം പര്യാപ്തമായ ചെറിയ കമ്മ്യൂണിറ്റികളായിരുന്നു. സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റി, സ്വയം പര്യാപ്തമായിട്ടുള്ള ചെറിയ ഗ്രാമ സമൂഹങ്ങളായിട്ടാണ് ഇന്ത്യൻ വില്ലേജുകൾ നിലനിന്നിരുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്, മാർക്സ് പറയുന്നത്.
അതേപോലെ തന്നെ ഈച്ച് വില്ലേജ് ഫങ്ഷൻഡ് ആസ് എ ലിറ്റിൽ ഇൻഡിപെൻഡന്റ് വേൾഡ്. അതേപോലെ തന്നെ ഈ ഓരോ വില്ലേജുകളിലെയും പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമായിട്ടുള്ള ജീവിതമായിരുന്നു. അതേപോലെ തന്നെ അവര് ഇൻഡിപെൻഡന്റ് ആയിരുന്നു, അവർ എപ്പോഴും സ്വതന്ത്രരായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതേപോലെ അവർ എന്തായിരുന്നു ചെയ്തിരുന്നത്? അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് വേർ ദ മെയിൻ ഓക്യുപ്പേഷൻ ഇൻ വില്ലേജ്. ഇന്ത്യൻ വില്ലേജുകളിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയും ഹാൻഡിക്രാഫ്റ്റ് കരകൗശലവുമായിരുന്നു. മാക്സ് കാൾഡ് ഇന്ത്യൻ വില്ലേജ് പ്രിമിറ്റീവ് ആൻഡ് സ്റ്റീരിയോടൈപ്പ് ഫോം. അതേപോലെ തന്നെ മാക്സ് ഇന്ത്യൻ വില്ലേജുകളെ പ്രിമിറ്റീവ് സൊസൈറ്റി പ്രാകൃതവും അതേപോലെ തന്നെ ഒരു സ്റ്റീരിയോടൈപ്പ് സ്ഥിരതയുള്ള രൂപങ്ങളുമായിട്ട് വ്യക്തമാക്കി. അപ്പൊ മാക്സ് കാൾഡ് ഇന്ത്യൻ വില്ലേജ് പ്രിമിറ്റീവ് ആൻഡ് സ്റ്റീരിയോടൈപ്പ് ഫോം. മാക്സ് ഇന്ത്യൻ വില്ലേജുകളെ ഒരു പ്രിമിറ്റീവായിട്ടും ഒരു സ്റ്റീരിയോടൈപ്പായിട്ടും തരംതിരിച്ചു. ഈ ആൾസോ ഡെസ്ക്രൈബ് ദം ആസ് ഫാമിലി കമ്മ്യൂണിറ്റി. മാത്രമല്ല ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബ സമൂഹങ്ങൾ എന്നും, ഗ്രാമങ്ങളുടെ പ്രത്യേകത തന്നെയായിരുന്നു ഫാമിലി കമ്മ്യൂണിറ്റി. ഒരു കുടുംബ സമൂഹമായിട്ടാണ്, ഫാമിലി കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇന്ത്യൻ സമൂഹങ്ങൾ നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ആസ് ഇമാജിൻഡ് ബൈ ഹെഗൽ, മാക്സ്, ഏഗിൾസ്. ഹെഗൽ ആണെങ്കിലും മാക്സ് ആണെങ്കിലും ഏഗിൾസ് ആണെങ്കിലും ഇന്ത്യൻ സൊസൈറ്റിയെ ഇമാജിൻ ചെയ്തത്. വളരെ ഷോർട്ടായിട്ടാട്ടോ പോയിന്റുകളൊക്കെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാക്സ് വെബറും മാർക്ക് ടിന്നിനെയും കുറിച്ചാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.